ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് കറി ആയിട്ടാണ്. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി ഇറച്ചിക്കറീൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-3 പ്രാവശ്യം കഴുകിയെടുത്ത സോയയാണ്. ഇനി ഇത് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് മാറ്റണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ അതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. നല്ല ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ഈ കറിയിലേക്ക് 1 ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുത്ത ഉരുളൻകിഴങ്ങാണ്. ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇവിടെ സോയയും ഉരുളൻകിഴങ്ങും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് 1 തക്കോലം 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ച് വെച്ച് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായി ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇവിടെ മസാല ഒക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയയും ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സോയയും ഉരുളൻകിഴങ്ങും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് കറി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2-3 മിനിറ്റ് ഒന്ന് കറി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രേവി പോലെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ കറിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു കറിക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.